Sedative and Hypnotics വരുന്ന ബാർബിറ്റുറേറ്റ്സും പിന്നെ കുറച്ച് മിസ്ലേനിയസ് കോമ്പൗണ്ട്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാർബിറ്റുറേറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബാർബിറ്റുറേറ്റ്സ് ഗാബ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാബ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഗാബയാണ് ക്ലോറൈഡ് അയോൺ ചാനലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഗാബയ്ക്ക് 5 സബ് യൂണിറ്റ് ഉണ്ട്. 2 ആൽഫ സബ് യൂണിറ്റ്, 2 ബീറ്റ സബ് യൂണിറ്റ്, പിന്നെ ഒരു ഗാമ സബ് യൂണിറ്റ്. ഇതിൽ ബീറ്റ സബ് യൂണിറ്റിലാണ് ബാർബിറ്റുറേറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോറൈഡ് അയോൺ ചാനൽ ഓപ്പൺ ചെയ്യും. കൂടുതൽ ക്ലോറൈഡ് അയോണിന് സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ സെല്ലിനുള്ളിൽ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അത് ഇൻഹിബിഷനിലോട്ട് ലീഡ് ചെയ്യും. അടുത്തത് SAR ഓഫ് ബാർബിറ്റുറേറ്റ്സ്. നമുക്ക് ബാർബിറ്റുറേറ്റ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത് 6 മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ് ആണ്. അതിൻ്റെ 1ലും 3ലും നൈട്രജൻ ആറ്റംസും 2, 4, 6 കാർബണൈൽ ഗ്രൂപ്പ്സും ആണ് ഉള്ളത്. 5th പൊസിഷനിൽ ഉള്ള 2 ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് മോഡിഫിക്കേഷൻ അറ്റ് പൊസിഷൻ C5 എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടുത്തെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആൽക്കൈലോ അരൈൽ ഗ്രൂപ്പോ വരുമ്പോഴാണ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഈ സബ്സ്റ്റിറ്റ്യൂവൻസിലുള്ള കാർബണിൻ്റെ സം എന്ന് പറയുന്നത് 6നും 10നും ഇടയിലായിരിക്കണം. ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ സം കൂടുന്നതിനനുസരിച്ച് ലിപ്പിഡ് സോലബിലിറ്റി കൂടും. അതുപോലെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കൂടും, പക്ഷേ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറയും. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സിന് സെയിം പൊട്ടൻസിയാണ് ഉള്ളത്. 5th പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ബ്രാഞ്ചിങ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ ലിപ്പിഡ് സോലബിലിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഡ്രഗ് മോർ പൊട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. എക്സാമ്പിൾ പെൻറ്റോബാർബിറ്റാൽ. ഇനി ആ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഷോർട്ടർ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ലോങ് ആക്ടിങ് ബാർബിറ്റുറേറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ ബാർബിറ്റാൽ. ബാർബിറ്റാലിനകത്ത് 2 സബ്സ്റ്റിറ്റ്യൂവൻറ്റും C2H5 ആണ്, അതായത് ഈഥൈൽ ഗ്രൂപ്പാണ്. ഇനി ലോങ്ങർ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ സെക്കോബാർബിറ്റാൽ, പെൻറ്റോബാർബിറ്റാൽ. ഇനി ഈ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. എക്സാമ്പിൾ സെക്കോബാർബിറ്റാൽ. ഇനി ആലിഫാറ്റി സബ്സ്റ്റിറ്റ്യൂട്ടിനേക്കാളും മോർ പൊട്ടൻ്റാണ് ആലിസൈക്ലിക്കോ അല്ലെങ്കിൽ ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനലോഗ്സ്. എക്സാമ്പിൾ ഫീനോബാർബിറ്റാൽ. ഫീനോബാർബിറ്റാലിനകത്ത് ഒരു ഫിനൈൽ റിങ്ങിൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് മോർ പൊട്ടൻ്റാണ്. ഇനി 5 ആൽക്കൈൽ ഗ്രൂപ്പിനകത്ത് ഹാലജൻ്റെ പ്രസൻസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ പൊട്ടൻസി കൂടും. അതുപോലെ തന്നെ 5 അരൈൽ ഗ്രൂപ്പിനകത്ത് പോളാർ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ലിപ്പിഡ് സോലബിലിറ്റി കുറയും. അതുപോലെ തന്നെ പൊട്ടൻസിയും കുറയും. മോഡിഫിക്കേഷൻ അറ്റ് പൊസിഷൻ 1 and 3. N1 അല്ലെങ്കിൽ N3 ആൽക്കൈലേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും അവരുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി N1 N3 അതായത് 2 നൈട്രജൻ ആറ്റത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു കോമ്പൗണ്ട് ഇനാക്റ്റീവായിട്ട് മാറുന്നു. ഇനി N1 മാത്രമായിട്ടൊരു മീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു കോമ്പൗണ്ടിൻ്റെ ലിപ്പിഡ് സോലബിലിറ്റി കൂടും. അതുപോലെ തന്നെ അതിൻ്റെ ആൻറ്റി കൺവൾസൻ പ്രോപ്പർട്ടിയും കൂടും. എക്സാമ്പിൾ മെഫോബാർബിറ്റാൽ. അടുത്ത് നമുക്ക് 2, 4, 6 പൊസിഷൻസിലുള്ള മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. C2 ഓക്സിജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സൾഫർ ആറ്റം വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ലിപ്പിഡ് സോലബിലിറ്റി കൂടും. അതുപോലെ തന്നെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുകയും ചെയ്യും. എക്സാമ്പിൾ തയോപെൻഡാൽ. ഇനി C2 പുറമെ C4 C6 സൾഫർ ആറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ആക്ടിവിറ്റി കുറയും. ബാർബിറ്റാലിൻ്റെ സ്ട്രക്ചറും യൂസും സിന്തസിസും എങ്ങനെയാണെന്ന് നോക്കാം. ബാർബിറ്റാലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 5th പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് 2 ഈഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു പവർഫുൾ ഹിപ്നോട്ടിക് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സീഷ്യസിൻ്റെ ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യാറുണ്ട്. ഇനി സിന്തസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 molecule ഓഫ് യൂറിയയും 1 molecule ഓഫ് ഡൈഥൈൽ മലോണിക് എസ്റ്ററും സോഡിയം മെത്തോക്സൈഡിൻ്റെ പ്രസൻസിൽ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ 2 molecule എഥനോൾ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ബാർബിറ്റോൺ കിട്ടും. അടുത്ത കോമ്പൗണ്ടാണ് ഫിനോബാർബിറ്റാൽ. ഫിനോബാർബിറ്റാലിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അതിൻ്റെ 5th പൊസിഷനിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഈഥൈൽ ഗ്രൂപ്പും അതായത് C2H5 ഗ്രൂപ്പും പിന്നെ ഒരു ഫിനൈൽ ഗ്രൂപ്പും C6H5 ഗ്രൂപ്പുമാണ് വന്നിരിക്കുന്നത്. ഫിനോബാർബിറ്റാലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെഡേറ്റീവ് ആയിട്ടും ഹിപ്നോട്ടിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഗ്രാൻഡ്മാലിൻ്റെയും പെറ്റിറ്റ്മാൽ എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത കോമ്പൗണ്ടാണ് മെഫോബാർബിറ്റാൽ. മെഫോബാർബിറ്റാലിൻ്റെ N1 പൊസിഷനിൽ ഒരു മീഥൈൽ
മിഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ C5 ഫിനോബാർബിറ്റാളിനെ പോലെ തന്നെ ഒരു C2H5 ഗ്രൂപ്പും C6H5 ഗ്രൂപ്പുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. മെഫോബാർബിറ്റാളിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഹിപ്നോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആൻറ്റി കൺവൾസൻറ്റുമാണ്. അടുത്ത കോമ്പൗണ്ടാണ് പെൻറ്റോബാർബിറ്റാൾ. പെൻറ്റോബാർബിറ്റാളിൻ്റെ 5th പൊസിഷനിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളത്. ഒരു C2H5 ഗ്രൂപ്പും പിന്നെ ഒരു CH3 CH2 ഗ്രൂപ്പും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ സെഡേറ്റീവായിട്ടും ഹിപ്നോട്ടിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. വെറ്റിനറിയിൽ അനസ്തെറ്റിക് ഏജൻ്റായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത കോമ്പൗണ്ടാണ് സീക്കോബാർബിറ്റാൾ. സീക്കോബാർബിറ്റാളിൻ്റെ 5th പൊസിഷനിൽ ഒരു CH2 ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പും CH3 CH3 ഗ്രൂപ്പും ഉണ്ട്. സീക്കോബാർബിറ്റാളിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ സെഡേറ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട്, സിവിയർ ഇൻസോംനിയയിൽ ഹിപ്നോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഇത് എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യാറുണ്ട്. നമുക്കിനി മിസ്ലേനിയസ് കോമ്പൗണ്ട്സിനെ കുറിച്ച് പരിചയപ്പെടാം. ആദ്യത്തേതാണ് അമൈഡ്സ് ആൻഡ് ഇമൈഡ്സിനകത്ത് വരുന്ന ഗ്ലൂട്ടത്തിമൈഡ്. ഗ്ലൂട്ടത്തിമൈഡിൻ്റെ സ്ട്രക്ചറിലോട്ട് നോക്കുമ്പം ഫസ്റ്റ് പൊസിഷനിൽ ഒരു NH ഗ്രൂപ്പ്, സെക്കൻഡ് പൊസിഷനിൽ കാർബണൈൽ ഗ്രൂപ്പ്, തേർഡ് പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, C2H5 C6H5. ഫോർത്ത് പൊസിഷനിൽ CH2, 5th പൊസിഷനിലും CH2, 6th പൊസിഷനിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ്. ഗ്ലൂട്ടത്തമൈഡ് നമ്മൾ ഇൻസോംനിയയുടെ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തതാണ് ആൽക്കഹോൾ ആൻഡ് ദെയർ കാർബമേറ്റ് ഡെറിവേറ്റീവ്സിനകത്ത് വരുന്ന മെപ്രോബൊമേറ്റ്. മെപ്രോബൊമേറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ 1ലും 3ലുമാണ് കാർബമേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഉണ്ട്, പ്രൊപ്പൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഉണ്ട്. മെപ്രോബൊമേറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ സെഡേറ്റീവായിട്ട് ഹിപ്നോട്ടിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്, ആൻറ്റി ആൻസൈറ്റി ഏജൻ്റാണ്, അതുപോലെ മസിൽ റിലാക്സൻ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ആൽഡിഹൈഡ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സിനകത്ത് വരുന്ന കോമ്പൗണ്ടാണ് ട്രൈക്ലോഫോസ് സോഡിയം. അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. CCl3 CH2O P ഡബിൾ ബോണ്ട് OH ONA. ഹിപ്നോട്ടിക് ആയിട്ടാണ് ട്രൈക്ലോഫോസ് സോഡിയം ആക്ട് ചെയ്യുന്നത്. അടുത്ത കോമ്പൗണ്ടാണ് പാരാൾഡിഹൈഡ്. പാരാൾഡിഹൈഡിൻ്റെ 1, 3, 5 പൊസിഷനിൽ ഓക്സിജനും 2, 4, 6 പൊസിഷനിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും വരുന്നുണ്ട്. യൂസ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്.